തീവ്ര സംഖ്യകളെ പൂർണ്ണമായി തള്ളി സംഘം ജെൻസിയോടൊപ്പമാണ്. കണ്ണടച്ച് ആരെ വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ സർക്കാരിനെ അല്ല, ജെൻസികളെ ആയിരിക്കും വിശ്വസിക്കുക എന്ന് RSS സർസംഘചാലക് മോഹൻ ഭഗവത്. തീവ്ര സംഖ്യകൾ ദേശീയ മാധ്യമങ്ങളിലടക്കം കൂട്ടക്കരച്ചിലാണ്. എന്റെ തന്നെ പല സുഹൃത്തുക്കളും, അതുകൊണ്ട് പേര് പറയുന്നില്ല. ഈ തീവ്ര സംഖ്യകളായ തീവ്ര വലതുപക്ഷക്കാരായ പല ആൾക്കാരും ദേശീയ മാധ്യമങ്ങളിലടക്കം ഒളിഞ്ഞും തെളിഞ്ഞും മോഹൻ ഭഗവതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ രാജ്യദ്രോഹികളെന്നും ഇതുവരെ തീവ്രവാദികളെന്നും ഒക്കെ വിളിച്ചിരുന്നവരെ പൂർണ്ണമായും തള്ളി മോഹൻ ഭഗവത് RSSന്റെ സർസംഘചാലക്. മുമ്പും അദ്ദേഹം നല്ല നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നല്ല നിലപാട് പറയുമ്പോൾ നമ്മൾ അതും ഹൈലൈറ്റ് ചെയ്യണം, എടുത്തു പറയണം. ആരോടും അന്ധമായ രാഷ്ട്രീയ വിരോധം പാടില്ല. കാണുന്ന എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം തിരയരുത് എന്ന് പറഞ്ഞത് മോഹൻ ഭഗവത് ജിയാണ്. പലപ്പോഴും മഹാത്മാഗാന്ധിയോട് അടുത്ത് നിൽക്കുന്ന ഒരു ലൈൻ എടുക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ഇത് സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവൽക്കറും ശ്രമിക്കാറുണ്ട്. അതായത് ഗുരുജി ഗോൾവൽക്കർ ഒരു കാലത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ശത്രുക്കളാണെന്ന് തെറ്റായി വിശ്വസിച്ചിരുന്നു, പറഞ്ഞിരുന്നു. അതിൽ നിന്ന് മാറി ഒരു മുഖ്യധാരയിലേക്ക്, മഹാത്മാഗാന്ധിയോട് അടുത്ത് ഒരു സെന്റർ റൈറ്റ് എന്നൊക്കെ പറയുന്ന പൊസിഷനിലേക്ക് അദ്ദേഹത്തിന് എത്തി. മഹാത്മാഗാന്ധിയാണ് സെന്റർ റൈറ്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തി. ആ ലൈനേജ് വീണ്ടും തുടർന്ന് മോഹൻ ഭഗവത് കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മുടെ നാട്ടിൽ TG മോഹൻദാസിനെ പോലുള്ള തീവ്ര സംഖ്യകളും നമ്മുടെ നാട്ടിലെ തീവ്ര വലതുപക്ഷക്കാരും എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ജെൻസികൾ എന്ന വാക്കുകളൊക്കെ തന്നെ പറഞ്ഞു, ജെൻസി എന്ന വാക്കൊക്കെ തന്നെ പറഞ്ഞു. ഇതുവരെ ജെൻസി എന്നൊന്നും ഈ തീവ്ര സംഖ്യകൾ ഇവരെ വിളിക്കില്ല, രാജ്യദ്രോഹികൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ വാർത്തയുടെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കാണാം, എന്നിട്ട് അതിന്റെ ഒരു അനാലിസിസ്. വിദ്യാർത്ഥികളെ പിന്തുണച്ച് രംഗത്ത് വരുന്നു RSS മേധാവി മോഹൻ ഭഗവത്. പ്രതിഷേധം ഒരു സംഭാഷണമായി തന്നെ കാണണമെന്ന് അദ്ദേഹം പറയുന്നു. ജെൻസിയുടെ ദേഷ്യം ആത്മാർത്ഥത, പ്രതിഷേധം ഒരു സംഭാഷണമായി കാണണം. ആ പ്രതിഷേധിച്ച പിള്ളേരെയാണ് മൃഗീയമായി തല്ലി തേച്ചത്. അതൊരു സംഭാഷണ രീതിയാണ്. വിദ്യാർത്ഥി ഒരു സംഭാഷണമായി തന്നെ കാണണമെന്ന് അദ്ദേഹം പറയുന്നു. ജെൻസിയുടെ ദേഷ്യം ആത്മാർത്ഥതയുള്ളതാണ്. അത് സിൻസിയർ ആണ്, ആത്മാർത്ഥതയുള്ളതാണ്. കച്ചവടമല്ല, അവരുമായി സംവദിക്കണമെന്നും കേന്ദ്ര സർക്കാരിന് മോഹൻ ഭഗവത്തിന്റെ ഉപദേശം. സ്വവർഗ വിവാഹത്തിനായി നിയമനിർമ്മാണം വേണമെന്നും മോഹൻ ഭഗവത് വ്യക്തമാക്കി. മുംബൈയിൽ ജെൻസി സംവാദത്തിലാണ് RSS മേധാവി നിലപാട് വ്യക്തമാക്കിയത്. कि मुझे लगता है कि ये जो नई पीढ़ी है जेन जी जेन अल्फा, ये अभी जो हमारी एग्जिस्टिंग पीढ़ी है उससे ज्यादा ऑनेस्ट है, ഞങ്ങളുടെ തലമുറയെക്കാട്ടി ഓണസ്റ്റ് ആണ്. बढ़िया है. और देशभक्ति और सेवा का ऑनेस्ट अपील उसमें चलता है. രാജ്യസ്നേഹവും ദേശഭക്തിയും ഒക്കെ കൂടുതൽ ഓണസ്റ്റ് ആയിട്ട് അവരിലുണ്ട്. इसमें घुस गए, उनका कुछ भंडाफोड़ न्यूज में पढ़ रहा था. वो कितनी सही है नहीं है मुझे मालूम नहीं, लेकिन मुझे अगर आंख मूंदकर विश्वास रखने के लिए कहा, എന്നോട് കണ്ണടച്ച്, അതായത് സ്ട്രോങ് ആയിട്ട് ആരെ വിശ്വസിക്കാൻ കണ്ണടച്ച്, അതിനെക്കുറിച്ച് പെലറ്റ് ഗണ്ണുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാർത്തകൾ ഞാൻ കേട്ടു, പക്ഷേ ഞാൻ ജെൻസിയാണ് വിശ്വസിക്കുന്നത്. ബസന്തുണ്ട് വിവരങ്ങളുമായി. ബസന്ത്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ പ്രതികരണമാണ് മോഹൻ ഭഗവത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെ പുതുതലമുറയെ അവരുടെ ഒപ്പം ആദ്യം ഇവര് ജെൻസികളാണെന്ന് സമ്മതിച്ചു, തീവ്രവാദികളോ രാജ്യദ്രോഹികളോ അല്ലാതെ സമ്മതിച്ചു. BJP സർക്കാരിന്റെ പലരും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. BJP സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന പലരും അങ്ങനെയാണ് പറഞ്ഞത്. മോദിജി അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ തീവ്ര സംഘി എക്കോസിസ്റ്റം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് രാജ്യത്തെ യുവജന പ്രതിഷേധവും പ്രക്ഷോഭവുമാണ് എന്ന് സമ്മതിക്കുകയുണ്ടായി. മനസ്സിലാക്കി അവരെ ഒപ്പം കൊണ്ടുപോകണമെന്നുകൂടി പറയുകയാണ്. എടുക്കുന്നവരൊക്കെ ദേശവിരുദ്ധരെന്നുള്ള BJP സർക്കാരിന്റെ ആ ഒരു നിലപാടിനെയാണ് ഇപ്പോൾ RSS തലവൻ തള്ളി പറഞ്ഞിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ന്യായമുള്ളതാണ്, അതിൽ പങ്കെടുക്കുന്നവർ ദേശവിരുദ്ധർ എന്നുള്ള നിലപാട് RSSിലില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാർത്ഥികളുമായിട്ടുള്ള ചർച്ച തുടരണം എന്ന് പറയുന്നുണ്ട്. വിദ്യാഭ്യാസം ഒരു കച്ചവടമല്ല എന്ന് മോഹൻ ഭാഗവത് വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം പോലും ഒരു സംവാദത്തിന്റെ, ഒരു സംഭാഷണത്തിന്റെ രീതിയാണ് എന്ന് മനസ്സിലാക്കണമെന്നാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല LGBTQ സമൂഹം, അത് വളരെ പോസിറ്റീവാണ്. നമ്മൾ അതായത് ആരെയും തള്ളിക്കളയരുത്, ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ഭാരത സമൂഹത്തിന്റെ ഭാഗമാണ് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പ്രതിഷേധിക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും അവകാശമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അക്രമം നടന്നതായിട്ട് ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ ഉണ്ടായി, ഏത് സാഹചര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മുംബൈ അതുപോലും വളരെ ബാലൻസ് പിടിച്ചാണ് പറഞ്ഞത്. പുതുതലമുറയിൽപ്പെട്ട 15 വയസ്സിന്
20-നും ഇടയ്ക്കുള്ള കുട്ടികളുമായി സംസാരിക്കുകയായിരുന്നു. വളരെ പോസിറ്റീവായ നിലപാടാണ്. ഈ തീവ്ര സംഖ്യകൾ, അതായത് അവിടെയാണ് കൃത്യമായിട്ട് അതിനൊരു ഇത് വ്യത്യാസം കൊടുക്കണം. RSS എന്നൊരു പ്രസ്ഥാനമുണ്ട്. RSSനോട് യോജിക്കാം വിയോജിക്കാം. മഹാത്മാഗാന്ധിയിൽ നിന്ന് റൈറ്റിലേക്ക് സർദാർ പട്ടേൽ നിന്നും റൈറ്റിലേക്കാണ് RSS നിൽക്കുന്നത്. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത്, രാഷ്ട്രപിതാവ് ജീവിച്ചിരുന്ന കാലത്ത് RSSന്റെ ഒരു വേദിയിൽ വന്ന് ചില തീവ്ര ഹിന്ദുത്വവാദികൾ, അന്നത്തെ തീവ്ര സംഘികൾ മഹാത്മാഗാന്ധിക്കെതിരെ സംസാരിക്കുമ്പോൾ ഗുരുജി ഗോൾവൽക്കർ വരെ ഇറക്കി വിടുന്നുണ്ട്, ഗാന്ധിജിക്കെതിരെ സംസാരിക്കരുത്. നമുക്കും ഗാന്ധിജിയോട് ആശയപരമായ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രാഷ്ട്രപിതാവാണ്, അദ്ദേഹത്തെ നമ്മൾ ആദരിക്കണം. അപ്പൊ ഈ തീവ്ര സംഘികൾ ഈ നാടിന്റെ ഒരു ക്യാൻസറാണ്. തീവ്ര ഹിന്ദുത്വവാദികൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര ക്രിസംഗികൾ, ഇവരെല്ലാം ഈ നാടിന്റെ ഒരു ശാപമാണ്. ആ ശാപങ്ങളെ തെള്ളിപ്പറഞ്ഞത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. അതിന് RSS സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി ആദരം അർഹിക്കുന്നു. ആര് നല്ലത് പറഞ്ഞാലും, BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും AAP ആണെങ്കിലും RSS ആണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും ക്രിസ്ത്യൻ സംഘടനകളാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും രാജ്യത്തിന്റെ പൊതു നന്മ പറഞ്ഞാൽ അതിനെ നമ്മൾ അംഗീകരിക്കാനും ആദരിക്കാനും പഠിക്കണം. അതിലൂടെ മാത്രമാണ് രാഷ്ട്ര നിർമ്മാണം സാധ്യമാകുക. തീവ്ര സംഘികൾ, തീവ്ര ഹിന്ദുത്വവാദികൾ, ഗോഡ്സേവാദികൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര ക്രിസംഗികൾ ഈ നാടിന്റെ ശാപമാണ്. അവരെയാണ് തള്ളിപ്പറയുന്നത്. അവർ ഈ നാടിന്റെ ക്യാൻസറാണ്, നമ്മുടെ നാടിന്റെ ആത്മാവിനെ ബാധിച്ച ക്യാൻസറാണ്, ഗാന്ധിജിയെ കൊന്നവരാണ്. അവരെയാണ് നമ്മൾ തള്ളിപ്പറയേണ്ടത്. അതുകൊണ്ട് ഈ നിലപാട് വളരെ നല്ലതാണ്, സ്വാഗതാർഹമാണ്, ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നതാണ്.